ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം വീണ്ടും 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ 9 വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകളുമായി ദൈവസന്നിധിയിൽ ധ്യാനിപ്പാൻ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നാം ഈ ഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി തന്നു. ഇന്ന് അതിൻ്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വചന കേൾവി ഏവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് അത് പങ്കുവെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വളരെ വേഗത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഈ 3-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദാന്തികെ കടന്നു വരുന്നു. കർത്താവെ, തിരുവഴുത്തുകളെ പഠിക്കുവാൻ ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടുവാനും ആഴമേറിയ മർമ്മങ്ങളെ അങ്ങ് വെളിപ്പെടുത്തുവാനും അവയെല്ലാം ജീവിതത്തിൽ പകർത്തി കർത്താവിനെ അങ്ങയുടെ ഹിതപ്രകാരം സേവിച്ച് പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായും താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗം തന്നെ ഒരിക്കൽ കൂടെ ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില ചിന്തകൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കുവച്ചിരുന്നു. അത് വേഗത്തിൽ ഒന്നുകൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം പ്രാരംഭത്തിൽ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നാം ഈ വേദഭാഗത്തു നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ച, വെളിപ്പെടുത്തിയ അതിശ്രേഷ്ഠമായ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിപ്പാൻ ഇടവന്നു. അവ എന്തെന്ന് ഒരിക്കൽ കൂടെ വേഗത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തേത്, ദൈവം നമ്മോട് വലിയ മഹത്തായ ഒരു കരുണ കാണിച്ചു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ യാതൊരു അവകാശവാദവും നമുക്കില്ല. നമ്മെ പരിഗണിപ്പാൻ നമ്മിൽ ഒരു ഗുണവും അവശേഷിക്കുന്നില്ല. എന്നിരുന്നാലും നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ ദൈവം തന്നെ മഹാകരുണയാൽ വീണ്ടെടുത്ത് തന്നോടുകൂടെ ചേർത്തു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു മതിയായ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നമ്മോട് അവിടുന്ന് വലിയ കരുണ കാണിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ദൈവാനുഗ്രഹം എന്നുള്ളത്. രണ്ടാമത്തേത്, നമ്മെ ദൈവ മക്കളാക്കി അവിടുന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ്. അനുസരണക്കേടിന്റെ മക്കൾ, പിശാചിന്റെ മക്കൾ, ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ, ജഡത്തിന്റെ ഇച്ഛകൾ പൂർത്തീകരിപ്പാൻ വേണ്ടി ഏതു വഴിയും മാർഗവും സ്വീകരിക്കുന്ന അധപ്പതിച്ചു പോയ നമ്മെ ദൈവം തന്റെ സ്വന്തം കുടുംബത്തിലേക്ക് ദൈവമക്കളായി സ്വീകരിച്ചു എന്നുള്ളത് എത്ര ശ്രേഷ്ഠതരമായ ഒരു അനുഭവമാണ്.
സ്വന്തം കുമാരനെ കാൽവരിയിൽ വിട്ടുകൊടുത്ത് ആ വിലയേറിയ രക്തം കൊണ്ട് അവിടെ നമ്മെ വില കൊടുത്ത് തൻ്റെ മക്കളാക്കി തീർത്തു എന്നുള്ളത് ദൈവത്തെ സ്തുതിപ്പാൻ മതിയായ കാരണമല്ലേ? മൂന്നാമത്തേത്, ഒരു ജീവനുള്ള പ്രത്യാശ അവിടുന്ന് നമുക്ക് നൽകി തന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന അവിശ്വാസികൾക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും തുടങ്ങി വളരെ പ്രതികൂലം നിറഞ്ഞ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അവിശ്വാസിക്ക് എന്ത് പ്രത്യാശയാണ് ഉള്ളത്? എന്നാൽ നമുക്ക് ദൈവം ഒരു ജീവനുള്ള പ്രത്യാശ നൽകി തന്നു. അഴിഞ്ഞു പോകാത്തതും പുഴുവും തുരുമ്പും കെടുത്തു കളയാത്തതും ആർക്കും മോഷ്ടിക്കുവാൻ കഴിയാത്തതുമായ അതിശ്രേഷ്ഠമായ ഒരു ജീവനുള്ള പ്രത്യാശ നമുക്ക് കർത്താവ് നൽകി തന്നു എന്നുള്ളത് ദൈവസ്തുതിക്ക് യോഗ്യമായ കാരണം തന്നെയാണ്. അങ്ങനെ 3 കാരണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് 4ാമത്തെ ആ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് 4ാമത്തേത്? നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന 4ാമത്തെ അനുഗ്രഹം അന്ത്യനാൾ വരെയും നമ്മെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മെ ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണെന്ന് തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. അത്ഭുതകരമായ ഒരു അവകാശം നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിലൂടെ ദൈവശക്തിയാൽ അത് കാക്കപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിന് നാളോളം അതിനെ തികയ്ക്കുവാൻ വിശ്വസ്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിക്കട്ടെ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ലോകം മുഴുവൻ നമ്മെ എതിർത്തെന്ന് വന്നാലും, വചനം ഇങ്ങനെ പറയുന്നു, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം മുതൽ: വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ ഒരവകാശത്തിനായിട്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം അത് നമുക്ക് തക്ക സമയത്ത് നൽകി തരാൻ തക്കവണ്ണം അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ ആ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ശ്രദ്ധിക്കണമേ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. പ്രൈസ് ദ ലോർഡ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതേ കർത്താവിൻ്റെ ജനമേ, ഇന്ന് ഈ സമയത്ത് കർത്താവ് നമുക്ക് തിരുവഴുത്തിൽ കൂടെ നൽകുന്ന ഒരു വിലയേറിയ വാഗ്ദത്തം എന്തെന്നറിയാമോ? പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന്, നമ്മുടെ അരുമനാഥന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ, മാറ്റിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം കർത്താവിൻ്റെ പരിശുദ്ധ പാദാന്തിക ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ദൈവത്തെ സ്തുതിപ്പാൻ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ ദിനം വരെ നമ്മെ സൂക്ഷിപ്പാൻ അവിടുന്ന് വിശ്വസ്തനാണ്. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിനം വരെയും കാക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എൻ്റെ ഉപനിധി. ആ ദിനം വരെയും സൂക്ഷിക്കുവാൻ വിശ്വസ്തനായ. ഇന്ന്
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ ഉറപ്പോടുകൂടെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം നിലനിൽക്കുന്നതെങ്കിൽ നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മെ ആ ദിനം വരെ ദൈവകൃപയിൽ സൂക്ഷിപ്പാൻ അവിടുന്ന് വിശ്വസ്തനാണ് എന്നത് ഇന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. യൂദ എഴുതിയ ആ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെന്ന്. ഇതിൻ്റെ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. വിഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. പ്രൈസ് ദ ലോർഡ്. എത്ര ശ്രേഷ്ഠമായ ഒരു ഉറപ്പേറിയ ഒരു വാഗ്ദത്തമാണത്. ആ ദിനം വരെ നമ്മെ സൂക്ഷിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനെന്ന് നമ്മുടെ ഹൃദയത്തിലൊന്ന് ഉറച്ചു വിശ്വസിക്കുവാനിടയായി തീരുമാറാകട്ടെ. അടുത്ത ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ 6-7 വാക്യങ്ങളിൽ നമുക്ക് അത് വീണ്ടും കാണുവാനായിട്ട് കഴിയും. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമുക്കത് കാണുവാൻ കഴിയും. എന്താണത്? അവിടുത്തെ മുഖാമുഖം കാണുമ്പോൾ ബഹുമാനവും പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കേണ്ടതിന് അവിടുന്ന് നമ്മെ ശോധന കഴിക്കുന്നു എന്ന് അറിഞ്ഞ് നാം അവിടുത്തെ സ്തുതിക്കണം. വാസ്തവത്തിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മെ ബഹുമാനിക്കുവാൻ, നമ്മെ ആദരിക്കുവാൻ നമുക്ക് പ്രതിഫലങ്ങളുമായിട്ട് അവിടുന്ന് ഒരുങ്ങിയിരിക്കുമ്പോൾ അത് സ്വീകരിപ്പാനുള്ള ഒരു യോഗ്യത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ഈ ഭൂപരപ്പിൽ ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ചില പരിശോധനകളിൽ കൂടെ കടത്തിവിടും എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. അവിടുന്ന് നമ്മെ പരിശോധിക്കും. സ്തോത്രം. അതാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്: അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അല്പദുഃഖമുണ്ട് അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് എന്തുണ്ട്? ആനന്ദിക്കുന്നു. പരിശോധനകൾ ആർക്കും സന്തോഷകരമല്ല. എന്നാൽ ആത്മീയമായ ഒരു സന്തോഷം നമ്മുടെ അകത്ത് ദൈവം പകർന്നു തന്നിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പരീക്ഷകൾ അല്പകാലത്തേക്ക് മാത്രം, അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ പാതയിൽ ഇത് ദൈവം അനുവദിച്ചതാണ് എന്ന് അറിയുക. ഈ പരിശോധനകൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടെന്നും അറിയണം. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടെയുള്ള പരിശോധനകളാണ് ഇവയെന്ന് തിരിച്ചറിഞ്ഞ് ആ ഉദ്ദേശത്തിലേക്ക് അത് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം സന്തോഷത്തോടുകൂടെ അവയെ കാണുവാനും ഇടപെടുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കറിയാം, നാം എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച്. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? സ്തോത്രം. അതിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്ത് അതിനെ തിളക്കമുള്ളതാക്കി, മൂല്യമുള്ളതാക്കി, വിലയേറിയതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ തീ അനിവാര്യമാണ്. തീ ഇല്ലാതെ സ്വർണ്ണ ശുദ്ധീകരണം സാധ്യമല്ല. അത് തീയിൽ കൂടെ കടത്തിവിട്ട് അത് ശുദ്ധീകരിക്കുമ്പോൾ അതിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറി അത് തിളക്കമുള്ളതായി മാറുക. ഇതുപോലെയാ ഒരു ക്രിസ്തീയ ജീവിതം. നമ്മുടെ ജീവിതത്തെ കർത്താവ് തിളക്കമുള്ളതായി കാണുവാൻ, ബഹുമാന യോഗ്യമായി കാണുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില പരിശോധനകൾ അനിവാര്യമാണ് എന്നുള്ളത് ഇന്ന് നാം ഒരിക്കലും മറക്കരുത്. നാം അവിടത്തെ കാണുമ്പോൾ ഒരു പ്രതിഫലം നമുക്ക് വേണ്ടി നിശ്ചയമായിട്ടും ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായ ഭാഷയിൽ അവിടെ ലേഖനക്കാരൻ നമ്മോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ധ്യാനത്തിനായി ആ വാക്യങ്ങളൊന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
എന്തൊക്കെയാണ് ആ വാക്യങ്ങൾ? അവിടെ എന്താണ് പറയുന്നത്? മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്നുള്ളതാണ്. താഴോട്ട് വരുമ്പോൾ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ ബഹുമാനിച്ചു, വണങ്ങി, അവരെ ആദരിപ്പാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ പിതാവിന് എത്രയധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്ന് ഓർക്കുക. ഈ നമ്മുടെ ജഡീക പിതാക്കന്മാരെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്നാൽ ദൈവമോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് അത്രേ നമ്മെ ശിക്ഷിക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മെ കർത്താവ് ശിക്ഷിക്കുന്നതിന് പുറകിൽ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അറിഞ്ഞ് ഈ ദൈവത്തെ നാം സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പരിശോധനകൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന് അറിഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കുവാൻ മറക്കരുത്. അടുത്ത ഒരു കാരണം, നമ്മുടെ എല്ലാ ശോധനകളിലും നാം അവിടുത്തെ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സന്തോഷം അനുഭവിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കണം. 8-ാം വാക്യം നാം വായിച്ച 1 പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. തീർന്നില്ല. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ആഴമേറിയ നിലനിൽക്കുന്ന ഒരു സന്തോഷം നമുക്ക് ലഭ്യമാകേണ്ടതിന് ഈ പരിശോധനകളിൽ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ ജയിലിൽ പൗലോസ്, ശീലാസ് തുടങ്ങിയവർ ബന്ധിക്കപ്പെട്ടുകൊണ്ട് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടവർ അവിടെ കിടക്കുമ്പോഴും അതിന് നടുവിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ കരങ്ങൾ തട്ടി ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടെയാ ദൈവം അവരെ അനുഗ്രഹിച്ചത് ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വളരെ ആനന്ദത്തോടെ, വളരെ സന്തോഷത്തോടു കൂടെ ഇന്ന് നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം അറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷം, അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രതികൂലങ്ങൾ, വേദനകൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും അതിന്റെ നടുവിൽ അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? ദൈവം അവർക്ക് ചെയ്തിരിക്കുന്ന മഹത്തായ നന്മ ഓർത്ത്. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുക, ഇത് പ്രകൃതിദത്തമായ ഒരു സന്തോഷമല്ല. ഇത് സാഹചര്യങ്ങൾക്കും സംഭവങ്ങൾക്കും അതീതമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകർന്ന ഒരു സന്തോഷമാണ്.
പ്രതികൂലങ്ങൾ ഏറി വരുമ്പോഴും വിഷമതകൾ വർദ്ധിച്ചു വരുമ്പോഴും ഈ സന്തോഷം, ഈ ഒരു ആത്മീയ ആനന്ദത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് വിവരിപ്പാൻ കഴിയാത്തതും മഹത്വപൂർണമായ ഒരു സന്തോഷമാണ്. അതാണ് ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്താൽ ലഭ്യമാകുന്ന ഒരു വലിയ ഒരു അനുഭവം. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഏത് പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ഈ മഹത്തായ സന്തോഷം നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാനത് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെ പറയുന്നു: എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നോക്കുക, എന്റെ സന്തോഷം, കർത്താവിന്റെ സന്തോഷം, അത് നമ്മളിൽ വസിക്കണം. ആ സന്തോഷം പൂർണ്ണമാകണം. അത് ലോകം തരുന്നൊരു സന്തോഷമല്ല. നമുക്ക് സംഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷമല്ല. അത് ദൈവപുത്രനാകുന്ന ക്രിസ്തു നമ്മളിൽ ഉള്ളത് കൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ഈ സന്തോഷം, ഈ ഒരു ആനന്ദം. അത് സാഹചര്യങ്ങൾക്കും സമയങ്ങൾക്കും സംഭവങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അപ്രകാരം ഒരു ശ്രേഷ്ഠതരമായ സ്വർഗീയ അനുഭവം ദൈവം നമുക്ക് നൽകി തന്നതുകൊണ്ട് ഈ ദൈവത്തെ നാം സ്തുതിക്കുവാൻ കടംപെട്ടവരാണ്. സ്തോത്രം. ഒടുവിലായിട്ട് ഒരു ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ദിവസം നാം പൂർണ്ണമായും രക്ഷിക്കപ്പെടും എന്ന് അറിഞ്ഞ് അവിടുത്തെ സ്തുതിക്കണം. ഇതെല്ലാം നാം പത്രോസിലെ ലേഖനത്തിന്റെ 9 വാക്യങ്ങൾക്കുള്ളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ. 9-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ എന്നവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ആത്മരക്ഷയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ, ഇവയാണ് തലങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റുകൊള്ളുമ്പോൾ പാപത്തിന്റെ ശിക്ഷ അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. റോമാലേഖനം 8:1 ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. അത് ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു, വിടുവിക്കപ്പെടുന്നു. സ്തോത്രം. 2-ാം വാക്യത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അതൊരു നിരന്തരമായ ഒരു പ്രോസസ്സാണ്. ക്രിസ്തീയ ജീവിതം നാം ആരംഭിക്കുന്ന നിമിഷം തുടങ്ങി കർത്താവിൻ്റെ വരവ് വരെ ഒരു ക്രിസ്ത്യാനിയുടെ, വിശ്വാസിയുടെ ജീവിതത്തിൽ അത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. നാം ഇങ്ങനെ വായിക്കുന്നു: പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ജീവപരന്ത്യം വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം പ്രാപിക്കും എന്നെല്ലാം നാം ഒത്തിരി ഇടങ്ങളിൽ തിരുവഴുത്തുകളിൽ വായിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാം ആയിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നിരന്തരമായിട്ടും ഈ ഒരു വലിയ എതിർപ്പിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അവിടെയല്ല ഈ പാപത്തോട് പോരാടുവാനും എതിർക്കുവാനും രക്ഷപ്പെട്ട് ജയത്തോടുകൂടെ മുമ്പോട്ട് വരുവാനും നമുക്കൊരു കടപ്പാടുണ്ട്, ഒരു നിരന്തരമായ ശുദ്ധീകരണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും എന്നുള്ള കർത്താവിൻ്റെ തിരുവഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്തോത്രം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവം, ജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവം.
അതനുദിനവും നമ്മിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. അവിടെ തീരുന്നില്ല. അനധിവിദൂര ഭാവിയിൽ നാം പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും പൂർണ്ണമായും രക്ഷിക്കപ്പെടും എന്ന് തിരിച്ചറിയുക. നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനിയുടെ നാളുകൾ ഇനിയും അധികം വിദൂരത്തിലല്ല. ഏത് നിമിഷവും അത് സംഭവിക്കാം. ആ നിമിഷം തിരുവെഴുത്ത് ഇങ്ങനെ പറയുകയാണ്, നാം പൂർണ്ണമായും പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശിക്ഷയിൽ നിന്ന്, ശക്തിയിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ രക്ഷ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഒരുക്കുന്നത്. അവിടുത്തെ കാൽവരിയിലെ യാഗം ആത്യന്തികമായ ആ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്നുള്ള ഒരു അവബോധം, ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വേര് പിടിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. 1-2 വാക്യങ്ങൾ ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. സ്തോത്രം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർക്കുക. ഞാൻ ഒന്നുകൂടെ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല. പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടണം. ഞാൻ പാപത്തിന് വിധേയപ്പെടണം എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യത്തോടെ എൻ്റെ ഈ ഭൗമിക ജീവിതത്തിൽ മരണമോ ജീവനോ എന്തുമാകട്ടെ അവിടെയെല്ലാം ക്രിസ്തു മഹിമപ്പെടണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പങ്കുവെക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ അവിടത്തോടു കൂടെ വാഴുവാനുള്ള വാഞ്ചയോടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഒരിക്കൽ ആരോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ എനിക്ക് യാതൊരു ഭയവുമില്ല, പ്രശ്നവുമില്ല. കാരണം അതെനിക്ക് ലഭ്യമാകുമല്ലോ, അവകാശപ്പെടുമല്ലോ എന്നുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം പൂർണ്ണമായും രക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം വളരെ അടുത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയാതെ അകന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇപ്രകാരം ഒരു വാക്ക് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഹൃദയം തുറന്ന് പാപബോധത്തോടു കൂടെ ദൈവസന്നിധിയിൽ താണ് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവരിയിൽ എനിക്ക് പകരമായി യാഗമാക്കപ്പെട്ടു. എൻ്റെ പാപങ്ങൾ അങ്ങയോട് ഏറ്റു പറയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം അങ്ങേക്ക് വേണ്ടി തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് എൻ്റെ രക്ഷിതാവും കർത്താവുമായി എന്നിൽ വസിക്കണമേ. അവിടുത്തെ പൈതലായി എന്നെ സ്വീകരിക്കണമേ. നിത്യജീവന്റെ അവകാശം എനിക്ക് നൽകി തരണമേ. ആമേൻ. ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് വിശ്വാസത്തോടെ ഒരു പാപിയാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ ആ തീരുമാനത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ദൈവ കുടുംബത്തിലേക്ക് നിങ്ങൾ ദൈവ പൈതലായി വീണ്ടും ജനിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ കുടുംബത്തിൽ നമുക്ക് ഒരുമിച്ച്
സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് മുന്നേറാം. ആ ദിവസം ഇനിയും വിദൂരമല്ല. ആ മനോഹര തീരം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ നല്ല പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ മുന്നോട്ട് പോകാം. അതിന് കർത്താവ് നാം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന വാക്കുകളോടെ ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഇത് പങ്കുവയ്ക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവിക ദൂതനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിനങ്ങളിൽ കർത്താവെ വിശുദ്ധിയെ പുതുക്കിക്കൊണ്ട് അനുദിന ജീവിതത്തിൽ ജയകരമായി മുന്നേറിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അന്ധമായ ആത്മരക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിത്യയുഗങ്ങൾ വാഴുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും കേട്ട ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. ആത്മാവിൽ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.